ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? പാവങ്ങളുടെ റേഷൻ കടയിലേക്ക്, അയർലൻഡിലെ റേഷൻ കടയിലേക്ക്. നാട്ടിലെ റേഷൻ കട പോലെ അല്ല കേട്ടോ, ഇവിടെ നമ്മുടെ പാവങ്ങളുടെ റേഷൻ കടയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റേഷൻ കടയാണ്. നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ആൽഡി, ഇതാണ് ഞങ്ങളുടെ റേഷൻ കടയെന്ന് പറയുന്നത്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പോകുന്നത്. അപ്പോൾ ബാസ്ക്കറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വെച്ചേക്കുന്ന റോയിലോട്ടാണ്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും, ഈ സാധനങ്ങൾക്കെല്ലാം വില കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം നോക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് എവിടെയാണ് പൈസ കുറവ് അതനുസരിച്ചാണല്ലോ നമ്മൾ ആദ്യമേ പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കണ്ടോ, ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിനൊക്കെ ഈ ഫ്ലവേഴ്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എല്ലാം നല്ല ഫ്രൂട്ട്സാണ്, ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിന് ഇലക്കറികളുടെ ഒരു തട്ടാണ് ഇവിടെ ഉള്ളത്. ഞാനൊരു കാര്യം കാണിച്ചത്, നമ്മുടെ നാട്ടിലെ മുരിങ്ങയ്ക്ക പോലെ തന്നെ മുരിങ്ങയുടെ ഇല പോലെ തന്നെ കറി വെക്കാൻ പറ്റുന്ന ഒരു തരം ഇലയാണ്. പിന്നെ ഇത് കണ്ടോ, എന്ത് വലിയ വഴുതനങ്ങയല്ലേ! നാട്ടിലുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ വലിയ വഴുതനങ്ങ. പിന്നെ നമ്മുടെ ടൊമാറ്റോ വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പലതരം ഐറ്റംസ്. ഇത് നമ്മുടെ ബീൻസ് കൂട്ടനാണ്, നാട്ടിലത്തെ ഇരിക്കുന്നത് കൂണാണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ്റെയും ബീഫിൻ്റെയും സെക്ഷനാണ്, അത് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ പോകുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ തേടിയാണ്, നമ്മുടെ മുട്ടക്കുട്ടനെ തേടിയാണ് പോയത് കേട്ടോ. അത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. പിന്നെ കുറേ ജ്യൂസിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തട്ടിലെല്ലാം കുറേ ജ്യൂസും കാര്യങ്ങളുമാണ്. പിന്നെ ഞങ്ങൾ എടുത്തത് ഈ ഒരു മിൽക്കാണ്. നമുക്ക് എപ്പോഴും മിൽക്ക്, ചായ കുടി അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് മിൽക്കിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ്, തീറ്റ സാധനങ്ങളുടെ സെക്ഷൻ. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം വന്നിട്ട് ഇങ്ങോട്ടാണ് കയറുന്നത്. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കും. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ഇതെൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ആയിരുന്നു, സ്വീറ്റ്സ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് അല്ല കേട്ടോ, സ്വീറ്റ്സ് ഇപ്പം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ നിർത്തിയിരിക്കുകയാണ് സ്വീറ്റ്സ്. പിന്നെ സ്പൈസസ് ആണുള്ളത്. ഇത് ഇവർ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ്, പെപ്പർ, അങ്ങനെ. ഇവർ കൂടുതൽ സ്പൈസസ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ സ്പൈസസൊക്കെ മലയാളിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്പൈസസ് ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ്, കുപ്പി. എല്ലാ തരത്തിലുള്ള കുപ്പിയും ബ്രാൻഡുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ബാറിൽ പോയി മേടിക്കുന്ന പോലെയല്ല, ഇവിടെ എല്ലാ മുക്കിനും മൂലയിലും കടകളിലും ഇത് ലഭ്യമാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല, ഇവിടെ ഫുൾ അതാണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ബില്ലടിക്കാൻ പോയാലോ? അതിന് മുന്നേ ഞങ്ങൾ പൊട്ടറ്റോ മറന്നുപോയി. നമുക്ക് വലിയ പൊട്ടറ്റയും ചെറിയ പൊട്ടറ്റയും ഒക്കെ ഉണ്ട്. ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബില്ലടിക്കാൻ പോകും. നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട, ഇവിടെ ഒരു മെഷീനുണ്ട്, ഇതുവഴിയാണ് നമുക്ക് ബില്ലടിക്കുന്നത്. നമ്മുടെ ബാർകോഡ് ഉണ്ട്, ആ ചുമന്ന ലൈറ്റ് കത്തുന്നുണ്ടോ അവിടേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ആ സ്ക്രീനിൽ ബില്ലായിട്ടുണ്ടാവും. ലാസ്റ്റ് ഫിനിഷ് ഓപ്ഷൻ വരും. പിന്നെ അതിനകത്ത് കാർഡാണോ എങ്ങനെയാണ് നിങ്ങൾ ബിൽ പേ ചെയ്യുന്നത് അത് വരും. അത് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ നമ്മുടെ ATM കാർഡ് വെക്കാനുള്ള സംഭവം അതിൻ്റെ അപ്പുറത്തുണ്ട്, അതിൽ വെക്കുക. അപ്പം ഞങ്ങളുടെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പം ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത്, വളരെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളൂ. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.